പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്താം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം തിരുവചനം. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ചേർത്ത് വയ്ക്കുവാൻ ഒരു വചനം കൂടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 31-ാം വാക്യം. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. പരാജയത്തിൻ്റെ അപമാനത്തിൻ്റെ പടുകുഴിയിൽ വീണുകിടക്കുന്ന വ്യക്തിയാണോ നീയെങ്കിൽ ഈ ദിനത്തിൽ ദൈവം നിന്നോട് പറയുകയാണ്, വിജയം നൽകുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. വിജയം നൽകുന്ന കർത്താവിനെ നീ വിളിക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിനും അപമാനത്തിനും കാരണമായ മേഖലകൾ ഏതാണെന്ന് ഈ ദിനത്തിൽ നീ കണ്ടുപിടിച്ച് അതിനെ നീ ഉപേക്ഷിക്കുവാൻ, അതിന് പരിഹാരം ചെയ്യുവാൻ വിജയം നൽകുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന നിലപാടുകളെടുക്കുവാൻ ഈ ദിനത്തിൽ നീ തയ്യാറായാൽ നിൻ്റെ അപമാനം നിൻ്റെ കുടുംബത്തിൽ നിന്ന്, നിൻ്റെ വ്യക്തിജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തുമാറ്റും. നിൻ്റെ പരാജയം ദൈവം ഉയർച്ചയാക്കി രൂപാന്തരപ്പെടുത്തും. പലരുടെയുമൊക്കെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് സാധിക്കും. കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും അവരുടെ പ്രശ്നങ്ങളുമായി, പ്രതിസന്ധികളുമായി കടന്നു വരുമ്പോൾ അവരവരുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ധ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്, പരാജയത്തിന് കാരണം അവരുടെ ജീവിതത്തിൽ അവരെടുത്ത നിലപാടുകളാണ്. ചില നിലപാടുകൾ നമ്മുടെ പരാജയത്തിനും അപമാനത്തിനും കാരണമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ദിനത്തിൽ നമ്മൾ തയ്യാറാകണം. ഒന്ന്, ചിലരുടെയൊക്കെ പരാജയത്തിന് കാരണം അവരുടെ അഹങ്കാരമാണ്. അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും അപ്രീതിക്ക് കാരണമാകുമെന്നൊക്കെ നമുക്കറിയാം. ദൈവത്തെയും മനുഷ്യനെയും അകറ്റുന്നതാണ് അഹങ്കാരം. ഒരു വ്യക്തിയുടെ അഹങ്കാരം അവൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകലും. അത് അവൻ്റെ പരാജയത്തിനും അവൻ്റെ അപമാനത്തിനും കാരണമാകുന്നത് കാണാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ്: അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. കാരണം അഹങ്കാരം വരുമ്പോൾ ജ്ഞാനം നഷ്ടപ്പെടും. പിന്നെ അവൻ്റെ കഴിവിലും മിടുക്കിലും ആശ്രയിച്ച് അവൻ നിലപാടുകൾ എടുക്കും, ഏതെങ്കിലും കാര്യത്തിലൊക്കെ എടുത്തു ചാടും. അവിടെ അപമാനവും അവിടെ പരാജയവും അനുഭവിക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും. പലരും ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ കടന്നു വന്നിട്ട് ഒരുമിച്ച് എളിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് പകരം ഒരുവൻ്റെ സ്വാർത്ഥത വെച്ച്, അഹങ്കാരം വെച്ച് അവൻ ചാടി തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പുറപ്പെടുന്നു. പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നു, അപമാനത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നു. ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ, ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ അപമാനത്തിലും അപകടത്തിലും അല്ലെങ്കിൽ പരാജയത്തിലും വീണു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഹങ്കാരമാണെങ്കിൽ ഇന്ന് അതിനെ ഓർത്ത് അനുദപിച്ച് ദൈവസന്നിധിയിൽ മനസ്സ് തിരിഞ്ഞ് തിരിച്ചു വരാൻ തയ്യാറാകണം. എളിമപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് സറണ്ടർ ചെയ്താൽ ദൈവം നിൻ്റെ ജീവിതത്തിലെ ഈ തകർച്ചയെ എടുത്തു മാറ്റാനായിട്ട് ദൈവം ഇടപെടും. മറ്റു ചിലരുടെയൊക്കെ പരാജയത്തിനും അപമാനത്തിനും കാരണം അവരുടെ പാപമാണ്. ഇന്ന് പാപം മനുഷ്യജീവിതങ്ങളിൽ പരാജയത്തിന് കാരണമാകുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 34-ാം തിരുവചനം: നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു, പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ. ഇന്ന് അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഭീതിയിൽ കഴിയുന്ന വ്യക്തി, അത് ഒരുപക്ഷെ നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളാണെങ്കിൽ ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ചില പാപങ്ങൾ നമ്മുടെ തന്നെ കഴിവുകളെ നശിപ്പിച്ചു കളയും. ചിലർ നല്ല തലയിലെത്തുവാനായിട്ട് സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും ചില പാപങ്ങൾ, ചില തഴക്കദോഷങ്ങൾ അവരുടെ ജീവിതത്തെ അപമാനത്തിനും പരാജയത്തിനും ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപത്തെയും ആ പാപദുശീലങ്ങളെയും ഉപേക്ഷിക്കുവാനായിട്ട് നീ ഇന്ന് നിലപാടുകൾ എടുക്കണം. അത് ഉപേക്ഷിക്കുവാൻ നിൻ്റെ കഴിവുകൊണ്ട് പറ്റുകയില്ലെങ്കിലും നീ ദൈവസന്നിധിയിൽ അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിലപാടെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പാപത്തെ ദൈവം ഉപേക്ഷിക്കുവാനായിട്ട് നീ ഉപേക്ഷിക്കുവാനായിട്ട് ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. മറ്റു ചിലരുടെയൊക്കെ അപമാനത്തിനും പരാജയത്തിനുമൊക്കെ കാരണം മാതാപിതാക്കളോടുള്ള ഒരു തെറ്റായ പ്രതികരണമാണ്, തെറ്റായ നിലപാടുകളാണ്. കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം വന്നു. ഭാര്യയും ഭർത്താവും എപ്പോഴും വഴക്കാണ്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങും പരസ്പരം ഭിന്നതയും അസ്വസ്ഥതകളും. ഒന്നാമത്തെ കാര്യം, അവർക്കൊരു കുഞ്ഞുങ്ങളില്ല. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല.
അതിനേക്കാളുപരി ഇന്ന് വല്ലാത്ത പ്രതിസന്ധികളിലൂടെ ആ കുടുംബം നീങ്ങുകയാണ്. മരിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ പരസ്പരം അവർ പറയുക, നീ എന്നെ കൊന്നിട്ട് നീ ആത്മഹത്യ ചെയ്യ്. ഇതാണ് പരസ്പരം രണ്ടുപേരും വെല്ലുവിളിക്കുന്നത്. ഈ ഒരു തകർച്ചയുടെ അനുഭവമായിട്ടാണ് അവർ കൗൺസിലിങ്ങിൽ കടന്നു വന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കുവാൻ തയ്യാറായപ്പോൾ അവരെടുത്ത നിലപാടുകൾ അവരുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരുടെ യുവത്വത്തിൻ്റെ നാളിൽ അവർ മാതാപിതാക്കളോട് വളരെ കാർക്കശ്യത്തോടെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാതാപിതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് അവർ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെന്ന് മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടണം. അവരുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് അവരുമായിട്ട് രമ്യതപ്പെട്ടാൽ നിൻ്റെ അപമാനവും നിൻ്റെ പരാജയവും ദൈവം ഉയർച്ചയാക്കി മാറ്റും. അങ്ങനെ ചെയ്ത അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം വിജയം കൊടുത്ത അനുഭവങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, അഹങ്കാരം കൊണ്ട്, പാപം കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീര് വീണ് നിൻ്റെ പരാജയത്തിനും അപമാനത്തിനും അത് കാരണമായിട്ടുണ്ടെങ്കിൽ, അത് മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീ തിരിച്ചു വരണമെങ്കിൽ ഒന്നാമത് നീ ഇവരുമായിട്ട് രമ്യതപ്പെടണം. ആ മാതാപിതാക്കളോട് ചെന്ന് മാപ്പ് ചോദിക്കണം. അങ്ങനെ ചെയ്താൽ നിൻ്റെ ജീവിതത്തിലെ അപമാനവും പരാജയവും ദൈവം ഉയർച്ചയാക്കി, അല്ലെങ്കിൽ അതൊരു അഭിമാനത്തിന് കാരണമാകുന്ന തലത്തിൽ ദൈവം ഉയർപ്പിക്കും. ചിലരുടെയൊക്കെ സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 26 വചനം ഇപ്രകാരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19:26, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ ആരോഗ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ അല്പം ബുദ്ധിയും കഴിവും മിടുക്കും ഉള്ളപ്പോൾ അതൊന്നുമില്ലാത്ത മാതാപിതാക്കളെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും അവരോട് കാർക്കശ്യം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ അനുഭവിക്കുന്ന പരാജയത്തിനും അപമാനത്തിനും കാരണമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ട് തയ്യാറാകണം. ചിലരുടെയൊക്കെ പരാജയത്തിനും അപമാനത്തിനും കാരണം ദുർവൃത്തരായിട്ടുള്ള ആ സൗഹൃദങ്ങൾ. ചില സൗഹൃദങ്ങൾ ചില വ്യക്തികളെ അപമാനത്തിനും പരാജയത്തിൻ്റെ പടുകുഴിയിലും കൊണ്ടെത്തിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റാൻ തയ്യാറാകണം. ഒരുപക്ഷെ മദ്യത്തിൻ്റെ കൂട്ടുകെട്ടാകാം, ലഹരി പദാർത്ഥങ്ങളുടെ കൂട്ടുകെട്ടുകളാകാം, ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങളുടെ ജഡിക പാപങ്ങളുടെ കൂട്ടുകെട്ടുകളാകാം. അത് നിൻ്റെ അപമാനത്തിനും പരാജയത്തിനും കാരണമാണെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ആ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. സുഭാഷിതങ്ങൾ 28:7, കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്, ദുർവൃത്തരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തി വയ്ക്കുന്നു. യുവത്വത്തിൻ്റെയൊക്കെ നാളുകളിൽ ചില തെറ്റായ കൂട്ടുകെട്ടുകൾ മാതാപിതാക്കൾ ശാസിച്ചിട്ടും അത് തുടർന്നു കൊണ്ടുപോയത് മൂലം അപമാനത്തിലും പരാജയത്തിലും ചെന്ന് വീണ ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കേണ്ട സമയത്തൊക്കെ മാതാപിതാക്കളെ ലംഘിച്ച് അഹങ്കാരത്തിനും പാപത്തിനും അടിമപ്പെട്ടു പോയത് മൂലം ഇന്ന് പരാജയവും അപമാനവും നേരിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും. അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വിജയം തരാൻ ആഗ്രഹിക്കുകയാണ്. ആ പരാജയങ്ങളെയും അപമാനങ്ങളെയും പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി നിൻ്റെ ജീവിതത്തിൽ വിജയം തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നുണ്ടെന്ന് നീ തിരിച്ചറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-27 വചനം നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്, ദുർവൃത്തരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തി വയ്ക്കുന്നു. ചില കൂട്ടുകെട്ടുകൾ അപമാനത്തിനും പരാജയത്തിനും കാരണമാകാനായിട്ട് ഇടയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അത് മാറാനായിട്ട് തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് തയ്യാറാവുക. നിൻ്റെ ജീവിതം ഇന്ന് അപമാനത്തിലും പരാജയത്തിലുമാണെങ്കിൽ വിജയം തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ചില കാര്യങ്ങൾ നിന്നോടിന്ന് പറയുന്നുണ്ട്. അത് നീ ചെയ്യാൻ തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ഒന്നാമത് നീ എടുക്കേണ്ട നിലപാട്, നീ ഇന്ന് ഏത് അപമാനത്തിലും പരാജയത്തിലും ആയിക്കൊള്ളട്ടെ, ഒന്നാമത് നീ ദൈവത്തിനെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങണം. നിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അവിടെ അത്ഭുതം സംഭവിക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരമാണ്. ക്രിസ്തുവിൽ നിങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുന്ന അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. സമാനമായ സംഭവം നമുക്ക് കാണാൻ പറ്റും ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ.
6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പരാജയത്തിനും അപമാനത്തിനും കാരണമായി നിന്ന ഒരു ജെറീക്കോ കോട്ട കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ ജെറീക്കോ കോട്ട അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയത്തിൻ്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുക, പരാജയത്തിന് കാരണമായിട്ട് നിൽക്കുകയാണ്. അവിടെ ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ആ ജെറീക്കോ കോട്ടയുടെ മുന്നിൽ ചെന്നിട്ട് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനുമായിട്ട് തുടങ്ങി. അവിടെ ആ കോട്ടകൾ തകർക്കപ്പെടുവാനായിട്ട് ദൈവം ഇടപെടുന്നത് കാണാനായിട്ട് സാധിക്കും. നിൻ്റെ അപമാനത്തിനും പരാജയത്തിനും കാരണമാകുന്ന മേഖലകളെ ആ മേഖലകളിൽ നിന്നുകൊണ്ട്, അവിടെ നിന്നുകൊണ്ട് നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അത് നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. നിന്നെ അപമാനത്തിനോ പരാജയത്തിനോ അത് കൊണ്ടുവിടാനായിട്ട് അത് ദൈവം അനുവദിക്കാത്ത വിധത്തിൽ അതിനെ തകർത്ത് കളയും. ഇന്ന് നടക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില പരാജയങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ആ പരാജയങ്ങൾ വിജയമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ജോഷയുടെ പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ജെറീക്കോ കോട്ട തകർക്കുന്നതിന് മുമ്പ് അവർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് 7 പ്രാവശ്യം ഈ കോട്ടയ്ക്ക് ചുറ്റും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കും. 7-ാം ദിവസം അവർ അതിരാവിലെ ഉണർന്ന് 7 തവണ ഈ കോട്ടയ്ക്ക് ചുറ്റും ദൈവത്തെ സ്തുതിച്ച് ചുറ്റി നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ജെറീക്കോ കോട്ട തകർന്ന് തരിപ്പണമായി അവർ വിജയത്തിലെത്തിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ, പരാജയത്തിന് കാരണമാകുന്ന കോട്ടകളെ ഇടിച്ചു തകർത്ത് മുന്നോട്ട് പോകുവാൻ അവരെ സഹായിച്ചത് ഈ സ്തുതിപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു അപമാനത്തിലും പരാജയത്തിലും കിടക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇതാണ്, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ജെറീക്കോ കോട്ട പോലുള്ള നിന്നെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള കോട്ടകളെ ദൈവം തകർക്കും. രണ്ടാമത്, ദൈവത്തിലുള്ള ഉറച്ച ആശ്രയവും വിശ്വാസവുമാണ് നിനക്ക് വേണ്ടത്. ഇന്ന് നീ പരാജയത്തിലും അപമാനത്തിലുമാണെങ്കിൽ അതിൽ നിന്ന് നിനക്ക് വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. സർവശക്തനായ ഒരു ദൈവം നിനക്കുണ്ടെന്ന് തിരിച്ചറിയണം. ദാവീദിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും സംഭവങ്ങൾ സാമൂൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗോലിയാത്ത് വല്ലാത്തൊരു പരാജയത്തിന്, ഇസ്രായേൽ ജനത്തിനൊരു പരാജയത്തിന് കാരണമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ആ പരാജയത്തെ അതിനെ മാറ്റുവാനായിട്ട് ദൈവം ശക്തനായി ദാവീദിനെ ബലപ്പെടുത്തുകയാണ്. കാരണം ദാവീദിനെ ബലപ്പെടുത്താൻ കാരണം എന്താണ്? ദാവീദ് ദൈവത്തിൽ ഉറച്ച ആശ്രയവും വിശ്വാസവും വെച്ചു. ദൈവത്തിൽ ഉറച്ച ആശ്രയവും വിശ്വാസവും വയ്ക്കുന്ന വ്യക്തിയെ ദൈവം വിജയിപ്പിക്കും. നിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നിനക്ക് പോലും തകർക്കാൻ പറ്റാത്ത, നീ ഭയപ്പെട്ട് നിൽക്കുന്ന ഗോലിയാത്തുമാരുണ്ടായിരിക്കും നിൻ്റെ പരാജയത്തിന് കാരണം. പക്ഷേ ദൈവത്തിന് ആ ഗോലിയാത്തുമാരെ തകർക്കാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയും. കാരണം എന്താണ്? യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5 പറയുക, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? വീണ്ടും യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന് മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ യേശുവിൽ അടിയുറച്ചൊരു വിശ്വാസവും ആ യേശുവിലുള്ള ആശ്രയവും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിൻ്റെ പരാജയങ്ങളെയും അപമാനങ്ങളെയും നിനക്ക് വിജയമാക്കി മാറ്റാൻ പറ്റും. നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന അപമാനവും പരാജയവും നീ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും നീ വന്നു കഴിഞ്ഞാൽ അത് നിനക്ക് വിജയമായിട്ട് മാറും. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ? സാമൂൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായം 6 ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. വീണ്ടും സാമൂൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 18-14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയിച്ചു. ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ, ദൈവം നിൻ്റെ കൂടെ നടന്ന് നിന്നെ വിജയിപ്പിക്കണമെങ്കിൽ ആ ദൈവത്തിൽ നിനക്ക് വിശ്വസിക്കുവാനും പ്രത്യാശ വയ്ക്കുവാനും കഴിയണം. അപ്പോൾ നിൻ്റെ പരാജയങ്ങളും നിൻ്റെ അപമാനങ്ങളും അനുഗ്രഹവും വിജയവുമായിട്ട് മാറും. മൂന്നാമത്, നിൻ്റെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിൻ്റെ ബുദ്ധിയിലും യുക്തിയിലും വരുന്ന ചിന്തകളല്ല, അതനുസരിച്ചല്ല നീ നിലപാടെടുക്കേണ്ടത്. ദൈവത്തെ അനുസരിക്കണം. ദൈവം പറയുന്നത് കേൾക്കുവാൻ തയ്യാറായാൽ നിനക്ക് വിജയം ഉണ്ടാകും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ബൈബിൾ എടുത്ത് ദൈവവചനം തുറന്നൊന്ന് വായിച്ചു നോക്കിയേ അവിടെ ദൈവം നിന്നോട് സംസാരിക്കും. ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് വഴി, ഇതിലേ പോവുക. കാരണം നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉദ്ധിതനായ ഈശോ തിബേരിയസ് കടൽ തീരത്ത് വന്ന് നിൽക്കുക. പത്രോസും കൂട്ടുകാരും കഴിഞ്ഞ രാത്രി മുഴുവനും തിബേരിയസ് കടലിൽ കടന്നിട്ട് ഒരു ചെറു മത്സ്യം പോലും കിട്ടാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്.
പരാജയത്തിൻ്റെ, അപമാനത്തിൻ്റെ തകർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉദ്ധിതനായ ഈശോ അവിടെ കടന്നു വന്നിട്ട് അവരോട് പറയുകയാണ്, പടവിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുക. പടവിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുക എന്ന ആ ഗുരുവിൻ്റെ, കർത്താവായ യേശുവിൻ്റെ വാക്ക് കേട്ട് പത്രോസ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ പരാജയം വിജയമായിട്ട് മാറി. അപമാനം അവരുടെ ജീവിതത്തിൽ അത് അഭിമാനമായിട്ട് മാറി. അപമാനത്തിൻ്റെ ഭാരം പേറി, പരാജയത്തിൻ്റെ ഭാരവും പേറി കുനിഞ്ഞിരുന്ന ശിരസ്സുകൾ ഉയരുവാൻ ദൈവം തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. കാരണം അവർ കർത്താവ് പറഞ്ഞത് കേട്ടു. കർത്താവ് പറയുന്നത് ചെയ്യുവാനായിട്ട് അവർ തയ്യാറായി. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ പരാജയത്തിൻ്റെ തകർന്ന അവസ്ഥയിലാണെങ്കിൽ കർത്താവ് പറയുന്നത് നീ കേൾക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ ദൈവം വിജയം നൽകും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവം പറയുകയാണ്. കാരണം നീ ദൈവം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ദൈവം നിന്നെ വിജയത്തിലേക്ക് എത്തിക്കും. കാരണം നിൻ്റെ ഭയങ്ങളെ എടുത്തു മാറ്റും. നിനക്ക് അപ്രാപ്യമായ തലങ്ങളിൽ, നിനക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് തയ്യാറാവുക. മറ്റൊന്ന്, 4, പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും നീ വിശ്വസ്തത പുലർത്താൻ തയ്യാറായാൽ നിനക്ക് വിജയമുണ്ടാകും. ഇന്ന് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. പ്രലോഭനങ്ങളുണ്ടാകും എപ്പോഴും, പരീക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഈ പ്രലോഭനങ്ങളുടെയും പരീക്ഷകളുടെയും നടുവിൽ നീ വിശ്വസ്തത പാലിച്ചാൽ നിനക്ക് വിജയം കിട്ടും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ പൂർവ്വപിതാവായ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. ജോസഫ് പല പരാജയത്തിൻ്റെ സാധ്യതകളുണ്ടായിട്ടും അവിടെയെല്ലാം വിജയിച്ച് മുന്നേറുവാൻ സാധിച്ചത് ജോസഫിൻ്റെ ഈ വിശ്വസ്തതയാണ്. ദൈവത്തോട് വിശ്വസ്തത, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തത, താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളോടുള്ള വിശ്വസ്തത ജോസഫിനെ വിജയിപ്പിക്കുവാനായിട്ട് ദൈവം കാരണമാക്കി. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അവിടെ കാര്യസ്ഥനായിട്ട് നിൽക്കുമ്പോൾ പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനുമായി പാപം ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുമ്പോൾ ജോസഫ് പാപത്തിന് അടിമപ്പെടുന്നില്ല. ആ പരീക്ഷണത്തെ, ആ പ്രലോഭനത്തെ ജോസഫ് വിശ്വസ്തത കൊണ്ട് തോൽപ്പിക്കുവാനായിട്ട് തയ്യാറായി. അപ്പോൾ ദൈവം ജോസഫിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും ദൈവം ജോസഫിനെ വിജയത്തിലേക്ക് നയിച്ചു. നിയമാവർത്തന പുസ്തകത്തിൽ 20-ാം അധ്യായം 4 പറയില്ലേ, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. ദൈവം കൂടെ നടന്ന് വിജയം നേടിത്തരണമെങ്കിൽ നമ്മുടെ പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും സമയത്ത് നമ്മൾ ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മളേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോടും വിശ്വസ്തത പുലർത്തിയാൽ നമുക്ക് വിജയം ലഭിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ തിരുവചനത്തിൽ നീ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പരാജയങ്ങളും അപമാനങ്ങളും നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആ മേഖലകളിൽ വിജയം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വിജയം തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ഇന്ന് നിന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്, നിൻ്റെ പരാജയത്തിന് കാരണം നിൻ്റെ അഹങ്കാരമാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ എളിമപ്പെടുക. ചില അഹങ്കാരം നിറഞ്ഞ തീരുമാനങ്ങളും ചില അഹങ്കാരം നിറഞ്ഞ നിലപാടുകളും നിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നീ ഒന്ന് അംഗീകരിക്കണം. രണ്ടാമത്, നിൻ്റെ പരാജയത്തിന് കാരണം ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ പാപമാണെങ്കിൽ, ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം പാടില്ല എന്ന് പറഞ്ഞ ചില പാപങ്ങൾ, ദൈവം കൽപ്പനകളിലൂടെ തന്ന ആ കൽപ്പനകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ പാപത്തിന് നിന്നെ അടിമപ്പെടുത്തി അത് പരാജയത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ നീ കൽപ്പനകളിലേക്ക് തിരിച്ചു വരിക, പാപത്തെ ഉപേക്ഷിക്കുക, ദൈവം പറഞ്ഞ പ്രമാണങ്ങൾ പാലിക്കുക. അവിടെ ദൈവം നിന്നെ വിജയിപ്പിക്കുവാനായിട്ടുള്ള നിലപാടുകൾ ദൈവം എടുക്കും. മൂന്നാമത്, ദൈവം നിനക്ക് ഈ ഭൂമിയിൽ കടന്നു വരുവാൻ ജന്മം നൽകിയ മാതാപിതാക്കളോട് നീ എടുത്തിട്ടുള്ള നിരുത്തരവാദപരമായ നിലപാടുകൾ, അതല്ലെങ്കിൽ ദൈവത്തെ നിഷേധിച്ചു കൊണ്ടെടുത്ത നിലപാടുകൾ, മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും വീഴുവാൻ തക്കവിധം നീ എടുത്ത നിലപാടുകൾ നിൻ്റെ പരാജയത്തിനും അപമാനത്തിനും കാരണമായിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് രമ്യതപ്പെടുക. ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ഇന്ന് ഈ ഭൂമിയിലില്ല എങ്കിൽ
മരിച്ചുപോയ നിൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ മനസ്സിൽ കണ്ട് അവരോട് മാപ്പ് ചോദിക്കുക. അവരുടെ സാന്നിധ്യത്തെ നീ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കാൽപാദങ്ങൾ പിടിച്ച് തെറ്റുപറ്റിപ്പോയി അപ്പ, തെറ്റുപറ്റിപ്പോയി അമ്മ എന്ന് പറഞ്ഞ് നിൻ്റെ മാതാപിതാക്കളോട് കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബന്ധനങ്ങളെ കർത്താവ് എടുത്തുമാറ്റും. ആ തിന്മകളെ എടുത്തുമാറ്റി ദൈവം നിന്നെ വിജയത്തിലേക്ക് നയിക്കും. മറ്റൊന്ന്, നിൻ്റെ പാപത്തിനും നിൻ്റെ പരാജയത്തിനും നിൻ്റെ അപമാനത്തിനും കാരണം നിൻ്റെ ചില കൂട്ടുകെട്ടുകളാണെങ്കിൽ ആ കൂട്ടുകെട്ടുകളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് നീ ഈ നിലപാടുകളെടുത്താൽ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയാൽ ദൈവം നിനക്ക് വിജയം നൽകും. നിൻ്റെ ജീവിതത്തിൽ ജെറീക്കോ കോട്ട പോലുള്ള കോട്ടകളെ കർത്താവ് നിൻ്റെ സ്തുതിയുടെ പ്രാർത്ഥനകളിലൂടെ ദൈവം തകർത്തെറിയും. അവിടെ അത്ഭുതങ്ങൾ, വിജയം നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കും. മറ്റൊന്ന്, ഗോലിയാത്തിനെ പോലുള്ള തിന്മകൾ നിൻ്റെ ജീവിതത്തെ പരാജയത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നീ നിലപാടെടുത്താൽ ദൈവം നിന്നെ വിജയിപ്പിക്കും. മൂന്നാമത്, ദൈവം പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായാൽ, ഇന്നും ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്. ശാന്തമായി ഇരുന്ന് ദൈവവചനം തുറന്ന് ഒന്ന് വായിക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്നോട് സംസാരിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക, ഈ കാര്യം ചെയ്യുക, ഈ നിലപാടെടുക്കുക, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സ് തിരുവചനത്തിലൂടെ അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ നീ വിജയത്തിന് കാരണമാകും. മറ്റൊന്ന്, പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ നീ എടുക്കേണ്ടത് വിശ്വസ്തതയാണ്. ഏത് പ്രലോഭനത്തിൻ്റെ മുമ്പിലും നിനക്കൊരു വിശ്വസ്തത പുലർത്താൻ കഴിയണം. ദൈവത്തോട്, ദൈവം തന്ന ബന്ധങ്ങളോട്, നിൻ്റെ ഉത്തരവാദിത്തങ്ങളോട്. അപ്പോൾ നീ വിജയിയായി ഈ ഭൂമിയിൽ മുന്നേറും. കാരണം പരാജയപ്പെടുവാനല്ല ദൈവം നിൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്. നീ പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിരാശപ്പെട്ട് അപമാനത്തിൽ തല കുനിഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും വിജയിച്ച് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കാണുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തെ നീ മാനിക്കുക. ആ ദൈവത്തെ നിൻ്റെ അപമാനം മൂലം നിന്ദിക്കാതിരിക്കത്തക്ക വിധം ഈ ദിനത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ മിഴികൾ പൂട്ടി കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ തിരുവചനത്തിലൂടെ അപമാനത്തിലും പരാജയത്തിലും കിടക്കുന്നവർക്ക് നീ ഇന്ന് പ്രകാശം നൽകുകയായിരുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിനും അപമാനത്തിനും കാരണമായ മേഖലകൾ കണ്ടെത്തി അതുപേക്ഷിക്കുവാനും വിജയിപ്പിക്കുവാനും വിജയത്തിലെത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച് വിജയത്തിലെത്തിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പരാജയത്തിൻ്റെ നടുവിൽ യേശുവിനോട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ, തിന്മകളെ ചെറുത്തു തോൽപ്പിക്കുവാൻ, വിശ്വാസത്തോടെ ജീവിച്ച് വിജയത്തിലെത്തിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അമ്മ സഹായിയായി കൂടെ ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.